സോഷ്യൽ മീഡിയ തരംഗമാണ് എന്നുമെന്ന് ഞാൻ പറയാതെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. ചിന്നു പാപ്പുവിന്റെ മരണം അതുകൊണ്ട് തന്നെയാണ് അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടതും കേരളം ആ വാർത്തയോട് ആദരവും അതുപോലെ തന്നെ ആ വാർത്തയെ ഉറ്റുനോക്കുകയും ചെയ്തു. ധാരാളം ഫോളോവേഴ്സ് ഉള്ള ചിന്നുവിന്റെ മരണം അക്ഷരാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനെയും അതുപോലെ തന്നെ അവരുടെ ആരാധകരെയും ഒക്കെ നടുക്കിയിട്ടുണ്ട്. ആ മരണം എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന് സ്വാഭാവികമായും പോലീസ് അന്വേഷിക്കും. അപ്പോഴാണ് ഈ ചിന്നുവിന്റെ കുടുംബക്കാർ ഒന്നടങ്കം ചിന്നുവിനൊപ്പം താമസിച്ചിരുന്ന സന്ദേശ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനിലേക്ക് സംശയത്തിന്റെ വിരൽ ചൂണ്ടുന്നത്. സന്ദേശിന്റെ പണക്കൊതിയും മാനസിക പീഡനവുമാണ് ചിന്നുവിനെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് ആരോപണം ശക്തമായപ്പോൾ പോലീസ് സന്ദേശിനെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സന്ദേശ് ആരാണെന്നുള്ള കാര്യം ഞാൻ വിശദമായി പറയാം. ഈ ചിന്നുവിന്റെ മരണം ഒരു പ്രഹേളികയായി അവശേഷിക്കുകയും ചെയ്തു. ചിന്നുവിന്റെ മരണത്തിലേക്ക് നയിച്ചത് സന്ദേശിന്റെ ഇടപെടലുകളാണോ എന്ന് പോലീസ് ആദ്യം മുതൽ തന്നെ പരിശോധിച്ചു. അയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചു. ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ, ചാറ്റുകൾ ഒക്കെ പരിശോധിച്ചപ്പോൾ അതിൽ സംശയിക്കത്തക്കതായി യാതൊന്നുമില്ല എന്ന് കണ്ട് സന്ദേശിനെ പോലീസ് ഈ ആരോപണത്തിൽ നിന്ന് വിമുക്തനാക്കി. എന്നാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. ആളുകൾ ഒന്നടങ്കം സന്ദേശിനെ തലങ്ങും വിലങ്ങും ആക്രമിച്ചു. സന്ദേശ് കാരണമാണ്, സന്ദേശിനെ ഒരു കുറ്റവാളിയാക്കി സമൂഹ മാധ്യമം മുദ്രകുത്തി. ചിന്നുവിന്റെ ആരാധകരാകട്ടെ, ചിന്നുവിന്റെ വീട്ടുകാരാകട്ടെ സന്ദേശിനെ ഒരു കുറ്റവാളിയാക്കി മുദ്രകുത്തി. ഇത് ഭയന്ന് അല്ലെങ്കിൽ ഇതിൽ മനംനൊന്ത് അയാളും ജീവൻ എടുത്തു. അങ്ങനെ 2 മരണം സംഭവിച്ചു. നമുക്കറിയാം കോഴിക്കോട് ദീപക്കിന് സംഭവിച്ചത്. ദീപക്കിന്റെയും ഗതി സമാനമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ റീൽസ് നിരന്തരം ചെയ്ത് അതിന് ലൈക്കും ഷെയറും ഒക്കെ കിട്ടാൻ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു യുവതി ഏകദേശം അരമണിക്കൂറോളം ഒരു ചെറുപ്പക്കാരന്റെ പുറകിൽ പോയി നിന്ന് സെൽഫി മോഡ് ക്യാമറയിൽ ഓണാക്കി റോൾ ചെയ്യുകയായിരുന്നു വീഡിയോ കിട്ടാൻ വേണ്ടി. അയാൾ അവസാനം ബസ്സിൽ നിന്ന് ഇറങ്ങാൻ സമയത്ത് ബാഗ് എടുക്കുന്ന സമയത്ത് അയാളുടെ കൈമുട്ട് ഇവരുടെ മാരണത്തിൽ ഉരഞ്ഞില്ല എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഉടനെ ഈ സ്ത്രീ കൊണ്ടുപോയി അതിനെ വിറ്റു. അതായത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ട് പറഞ്ഞു, എന്നെ ഒരാള് ലൈംഗികമായി ആക്രമിച്ചു എന്ന് പറഞ്ഞ് അതിനെ പോസ്റ്റ് ചെയ്തു. ദശലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടത്. ആ കണ്ടവരൊക്കെയും ആ ചെറുപ്പക്കാരനെതിരെ രംഗത്ത് വന്നു. ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അയാളെ അധിക്ഷേപിച്ചു. ആ അധിക്ഷേപത്തിൽ മനംനൊന്ത് ദീപക് ആത്മഹത്യ ചെയ്ത സംഭവം നമുക്കറിയാം. ഈ അടുത്ത ദിവസമാണ് ഷിംജിത മുസ്തഫയ്ക്ക് കോടതി ജാമ്യം കൊടുത്തത്. അത് നമ്മുടെ മനസ്സിൽ നിൽപ്പുണ്ട്. ആ സമയത്താണ് തൊട്ടു പിന്നാലെ ഈ സന്ദേശിന്റെ മരണം കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ സന്ദേശിന്റെ മരണം കൂടി നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. ഈ ചിന്നു പാപ്പു മരിച്ചു, എന്തൊക്കെ കാരണമാണെന്ന് അറിയണമെങ്കിൽ അവരുടെ ലൈഫ് നമ്മൾ പരിശോധിക്കണം. അവർക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞിട്ട് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആസാദ് നഗറിൽ ഒരു ക്വാർട്ടേഴ്സിലാണ് അവർ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അവർക്കൊപ്പം തന്നെയാണ് സന്ദേശം താമസിച്ചിരുന്നത്. സന്ദേശം അവരും തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നു, ആൺ സുഹൃത്തായിരുന്നു. സന്ദേശ് പാവം ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ്. അയാൾ പതിവ് പോലെ ചിന്നു മരിക്കുന്ന ദിവസവും അയാൾ പതിവ് പോലെ ജോലിക്ക് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചിന്നുവിനെ വിളിക്കുന്ന ശീലമുണ്ട്. സാധാരണ അങ്ങനെയാണല്ലോ ആൺ സുഹൃത്ത്. അങ്ങനെ ചിന്നുവിനെ പതിവ് പോലെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അയാൾക്ക് എന്തോ സംശയം തോന്നി, എന്തെങ്കിലും വയ്യായിക ഉണ്ടോ എന്നറിയാൻ വേണ്ടി വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അയാൾ വന്നപ്പോൾ ഒറ്റയ്ക്കല്ല വന്നത്, ഒരു സുഹൃത്തിനെയും കൂട്ടിയാണ് വന്ന് വാതിൽ തട്ടുമ്പോൾ വാതിൽ തുറക്കുന്നില്ല. പിന്നെ സ്വാഭാവികമായ നടപടികളാണ്. നാട്ടുകാരെ വിളിക്കുന്നു, വാതിൽ തല്ലി തകർക്കുന്നു, അകത്ത് കയറുമ്പോൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഉടനെ തന്നെ ഈ ചിന്നുവിനെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതാണ് നടന്ന സംഭവം. അതിനുശേഷമാണ് ഈ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ സന്ദേശാണെങ്കിലോ ഒരു പെയിന്ററാണ്, പെയിന്റിംഗ് തൊഴിലാളിയാണ്. അയാൾ പെയിന്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. അയാളെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നായി സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കമുള്ള വാദം. അതിൽ പോലീസുകാരുടെ അന്വേഷണത്തിൽ ഇയാൾ അങ്ങനെ കുറ്റം ചെയ്തിട്ടില്ലെന്ന് വരികയും അയാളെ വെറുതെ വിടുകയും ചെയ്തെങ്കിലും സമൂഹ മാധ്യമം ഒന്നടങ്കം തന്നെ അയാളെ കുറ്റം വിധിച്ച് പ്രത്യാരോപണങ്ങൾ കൊണ്ട് അയാളെ വീർപ്പുമുട്ടിച്ചു. അങ്ങനെയാണ് സന്ദേശിന്റെ മരണവും സംഭവിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ ജഡ്ജിമാരുടെ ഇടപെടൽ കാരണം അങ്ങനെ നമ്മുടെ അടുത്തടുത്ത് 2 ചെറുപ്പക്കാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഒന്നാമത് ദീപക്കും, രണ്ടാമത് സന്ദേശും. ഇക്കാര്യങ്ങൾ സൈബർ പോലീസ് കൃത്യമായി അന്വേഷിച്ച് ഇത്തരം ഇടപെടൽ നടത്തുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുന്ന ഒരു നയത്തിലേക്ക്
സമൂഹ മാധ്യമങ്ങളിലെ പോലീസ് ഇടപെടൽ കൂടി കാര്യക്ഷമമാക്കിയാൽ മാത്രമേ ഇത്തരം ജഡ്ജിമാർ, സമൂഹ മാധ്യമ ജഡ്ജിമാരുടെ ശല്യം കുറയുകയുള്ളൂ.